എജ്യൂകെസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. PSCയുടെ വരുന്ന പരീക്ഷകൾക്കായിട്ട് തയ്യാറാക്കിയ പ്രധാനപ്പെട്ട 100 ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. ചോദ്യങ്ങളിലേക്ക് കടക്കാം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല? പാലക്കാട്. പാലക്കാട് ജില്ലയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഭൂമി കാർഷിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ജില്ല. ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്? സഹോദരൻ അയ്യപ്പൻ. സഹോദരൻ അയ്യപ്പനാണ് ശ്രീനാരായണ സേവിക സമാജം സ്ഥാപിച്ച സാമൂഹിക പരിഷ്കർത്താവ്. പുന്നപ്ര വയലാർ സമരം അടിസ്ഥാനമാക്കി P. കേശവദേവ് രചിച്ച നോവൽ? ഉലക്ക. ഉലക്ക എന്ന നോവലാണ് പുന്നപ്ര വയലാർ സമരം അടിസ്ഥാനമാക്കി P. കേശവദേവ് രചിച്ച നോവൽ. പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം? ഒപ്റ്റിക്സ്. ഒപ്റ്റിക്സ് ആണ് പ്രകാശത്തെക്കുറിച്ചുള്ള പഠനം. പ്രകാശത്തിൻ്റെ കണങ്ങൾ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഫോട്ടോൺ. ഫോട്ടോൺ എന്ന പേരിലാണ് പ്രകാശത്തിൻ്റെ കണങ്ങൾ അറിയപ്പെടുന്നത്. പ്രകാശവർഷം എന്നത് ഏതിൻ്റെ ഏകകമാണ്? ദൂരം. ദൂരത്തിൻ്റെ ഏകകമാണ് പ്രകാശവർഷം എന്നത്. സില്ലി പോയിൻ്റ് ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ക്രിക്കറ്റ്. ക്രിക്കറ്റ് കളിയുമായിട്ടാണ് സില്ലി പോയിൻ്റ് എന്ന വാക്ക് ബന്ധപ്പെട്ടിരിക്കുന്നത്. രക്തത്തിലെ ഹീമോഗ്ലോബിൻ നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? അസ്ഥിമജ്ജയിൽ. അസ്ഥിമജ്ജയിൽ വെച്ചാണ് രക്തത്തിൽ ഹീമോഗ്ലോബിൻ നിർമ്മിക്കപ്പെടുന്നത്. ബംഗാൾ ഗസറ്റിൻ്റെ മറ്റ് 2 പേരുകൾ എന്തൊക്കെയാണ്? ഹിക്കീസ് ഗസറ്റ്, കൽക്കട്ട ജനറൽ ഗസറ്റ്. ഹിക്കീസ് ഗസറ്റ്, കൽക്കട്ട ജനറൽ ഗസറ്റ് എന്നിവയാണ് ബംഗാൾ ഗസറ്റിൻ്റെ മറ്റ് 2 പേരുകൾ. ഇന്ത്യയുടെ രത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം? മണിപ്പൂർ. മണിപ്പൂറാണ് ഇന്ത്യയുടെ രത്നം എന്ന പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനം. കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം? പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ഏറ്റവും വലിയ വന്യജീവി സങ്കേതം. ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത്? റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ. റിപ്പബ്ലിക് ഓഫ് ഇന്ത്യ എന്ന പേരിലാണ് ഇന്ത്യ ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. P. കാളൻ ഏത് കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗദ്ദിക. P. കാളൻ ഒരു ഗദ്ദിക കലാകാരനാണ്. ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം? കൽപ്പന 1. കൽപ്പന 1 ഇന്ത്യ വിക്ഷേപിച്ച ആദ്യത്തെ സമ്പൂർണ്ണ കാലാവസ്ഥ പഠന ഉപഗ്രഹം. ധൻരാജ് പിള്ള ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ധൻരാജ് പിള്ള ഒരു ഹോക്കി കളിക്കാരനാണ്. ഏത് വിളയെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം? കുരുമുളക്. കുരുമുളകിനെ ബാധിക്കുന്ന രോഗമാണ് ദ്രുതവാട്ടം. മീനമാത രോഗമുണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ ഏത് ലോഹത്തിൻ്റെ മലിനീകരണം മൂലമാണ്? മെർക്കുറി. മീനമാത രോഗമുണ്ടാകുന്നത് അന്തരീക്ഷത്തിൽ മെർക്കുറിയുടെ മലിനീകരണം മൂലമാണ്. ഇന്ത്യ ടുഡേ എന്ന പുസ്തകം രചിച്ചത്? R. P. ദത്ത്. R. P. ദത്തിൻ്റെ രചനയാണ് ഇന്ത്യ ടുഡേ എന്ന പുസ്തകം. ഇന്ത്യയിൽ ആദ്യമായി ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക്? ഫെഡറൽ ബാങ്ക്. ഇന്ത്യയിൽ ആദ്യമായി ഫെഡറൽ ബാങ്കാണ് ഇലക്ട്രോണിക് പാസ്ബുക്ക് പുറത്തിറക്കിയ ബാങ്ക്. ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കേരള യാത്ര ഏത് വർഷമായിരുന്നു? 1937. 1937 ഒരു തീർത്ഥാടനം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച അദ്ദേഹത്തിൻ്റെ അവസാനത്തെ കേരള യാത്ര നടന്നത്. കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ്? കണ്ണൂർ. കണ്ണൂർ കണ്ടോൺമെൻറ്റാണ് കേരളത്തിലെ ഏക കണ്ടോൺമെൻറ്റ്. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി? സർട്ടോറിയസ് പേശി.
സർട്ടോറിയസ് പേശിയാണ് മനുഷ്യ ശരീരത്തിലെ ഏറ്റവും നീളം കൂടിയ പേശി. തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര് നെല്ലിക്കാംപെട്ടി. നെല്ലിക്കാംപെട്ടി എന്നതായിരുന്നു തേക്കടി വന്യജീവി സങ്കേതത്തിൻ്റെ പഴയ പേര്. ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിലുണ്ടാകുന്ന രാസപദാർത്ഥം സൊളാനിൻ. സൊളാനിൻ എന്ന രാസപദാർത്ഥമാണ് ഉരുളക്കിഴങ്ങ് പച്ച നിറമാകുമ്പോൾ അതിൽ ഉണ്ടാകുന്നത്. മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം അപവർത്തനം. അപവർത്തനം മൂലമാണ് മരുഭൂമിയിൽ മരീചിക കാണപ്പെടുന്നതിന് കാരണമാകുന്നത്. ഇന്ത്യയിൽ റെയിൽവേയുടെ ദേശസാൽക്കരണം നടന്ന വർഷം 1951. 1951 ഇന്ത്യയിൽ റെയിൽവേയുടെ ദേശസാൽക്കരണം നടന്നത്. ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം ശ്രീലങ്ക. ശ്രീലങ്കയാണ് ശ്രീനാരായണ ഗുരു സന്ദർശിച്ച ഏക വിദേശ രാജ്യം. ഏത് മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ? എക്കൽ മണ്ണ്. എക്കൽ മണ്ണിൻ്റെ 2 വകഭേദങ്ങളാണ് ഖാദർ, ഭംഗർ എന്നിവ. പ്രച്ഛന്ന ബുദ്ധൻ എന്ന് വിളിക്കപ്പെട്ടത് ശങ്കരാചാര്യർ. ശങ്കരാചാര്യരാണ് പ്രച്ഛന്ന ബുദ്ധൻ എന്ന പേരിൽ അറിയപ്പെട്ടിരുന്നത്. മക്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ വർഗീസ് കുര്യൻ. വർഗീസ് കുര്യനാണ് മക്സസെ പുരസ്കാരം നേടിയ ആദ്യ കേരളീയൻ. സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഹൈഡ്രജൻ. ഹൈഡ്രജനാണ് സൂര്യനിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം. പേർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം വില്ലൻ ചുമ. വില്ലൻ ചുമയാണ് പേർട്ടുസിസ് എന്നറിയപ്പെടുന്ന രോഗം. ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളിയാണ് ട്രോപ്പോസ്ഫിയർ. ട്രോപ്പോസ്ഫിയറിലാണ് ജൈവമണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി വിൻസ്റ്റൺ ചർച്ചിൽ. വിൻസ്റ്റൺ ചർച്ചിലാണ് അർദ്ധനഗ്നനായ ഫക്കീർ എന്ന് ഗാന്ധിജിയെ വിളിച്ച ബ്രിട്ടീഷ് പ്രധാനമന്ത്രി. പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം ഗ്രാമസഭ. ഗ്രാമസഭയാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിൻ്റെ അടിസ്ഥാന ഘടകം. കേരളത്തിൽ ചീന കളിമണ്ണ് സുലഭമായി കാണപ്പെടുന്ന സ്ഥലം കുണ്ടറ. കേരളത്തിൽ കുണ്ടറയിലാണ് ചീന കളിമണ്ണ് സുലഭമായി കാണപ്പെടുന്ന സ്ഥലം. ബുള്ളി എന്ന പദം ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഹോക്കി. ഹോക്കിയുമായിട്ടാണ് ബുള്ളി എന്ന പദം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഒറിയ ഭാഷ ഏതു ഭാഷാഗോത്രത്തിൽ പെടുന്നു? ഇന്തോ ആര്യൻ. ഇന്തോ ആര്യൻ ഭാഷാഗോത്രത്തിലാണ് ഒറിയ ഭാഷ ഉൾപ്പെടുന്നത്. സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം പൈറോ ഹീലിയോമീറ്റർ. പൈറോ ഹീലിയോമീറ്റർ എന്ന ഉപകരണമാണ് സൂര്യൻ്റെ താപനില അളക്കുന്ന ഉപകരണം. പയ്യോളി എക്സ്പ്രസ് എന്നറിയപ്പെടുന്നത് PT ഉഷ. PT ഉഷയാണ് പയ്യോളി എക്സ്പ്രസ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. മദ്യം തലച്ചോറിൻ്റെ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത്? സെറിബെല്ലം. മദ്യം തലച്ചോറിൻ്റെ സെറിബെല്ലത്തെയാണ് ബാധിക്കുന്നത്. ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര ഹിമാദ്രി. ഹിമാദ്രിയാണ് ഹിമാലയത്തിൻ്റെ നട്ടെല്ല് എന്ന് വിശേഷിപ്പിക്കാവുന്ന ഏറ്റവും ഉയരമേറിയ പർവ്വതനിര. കുമരകം പക്ഷി സങ്കേതം ഏത് ജില്ലയിലാണ്? കോട്ടയം. കോട്ടയം ജില്ലയിലാണ് കുമരകം പക്ഷി സങ്കേതം സ്ഥിതി ചെയ്യുന്നത്. വാഗൻ ട്രാജഡി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? മലബാർ കലാപം. മലബാർ കലാപവുമായിട്ടാണ് വാഗൻ ട്രാജഡി ബന്ധപ്പെട്ടിരിക്കുന്നത്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ നീല വെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ ഭാർഗവി നിലയം. ഭാർഗവി നിലയം എന്ന സിനിമയാണ് വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ
നീല വെളിച്ചം എന്ന കഥയെ ആസ്പദമാക്കി നിർമ്മിച്ച സിനിമ. ബാൾക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ഇബ്രാഹിം റുഗോവയാണ് ബാൾക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത്. മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥ ഡെക്സ്ട്രോകാർഡിയ എന്ന അവസ്ഥയാണ് മനുഷ്യനിൽ ഇടതുവശത്തേക്ക് ചരിഞ്ഞിരിക്കേണ്ട ഹൃദയം വലതുവശത്തേക്ക് ചരിഞ്ഞിരിക്കുന്ന അവസ്ഥ അറിയപ്പെടുന്നത്. എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത് കേണൽ ആൻഡ്രൂവാഗാണ് എവറസ്റ്റ് കൊടുമുടിക്ക് ആ പേര് നൽകിയത്. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം അഞ്ചുതെങ്ങ് കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ കലാപം. ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപമാണ് ബ്രിട്ടീഷുകാർക്കെതിരെ കേരളത്തിൽ നടന്ന ആദ്യത്തെ സംഘടിത കലാപം. ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം പഞ്ചാബാണ് ഇന്ത്യയുടെ ധാന്യക്കലവറ എന്നറിയപ്പെടുന്ന സംസ്ഥാനം. സൂര്യകിരണം ഭൂമിയിൽ എത്താൻ എടുക്കുന്ന സമയം 8 മിനിറ്റ് 20 സെക്കൻഡ് അഥവാ 500 സെക്കൻഡ്. 8 മിനിറ്റ് 20 സെക്കൻഡ് കൊണ്ടാണ് സൂര്യകിരണം ഭൂമിയിൽ എത്തുന്നത്. ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി സിന്ധു നദിയാണ് ഇന്ത്യയിൽ ഗിരികന്ധരങ്ങൾ സൃഷ്ടിക്കുന്ന ഏക നദി. സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ ജെ.സി. ബോസ് എന്ന ഇന്ത്യൻ ശാസ്ത്രജ്ഞനായിരുന്നു സസ്യങ്ങൾക്കും ജീവനുണ്ട് എന്ന് കണ്ടെത്തിയ ഇന്ത്യൻ ശാസ്ത്രജ്ഞൻ. അരേ സമാജം സ്ഥാപിച്ചത് പണ്ഡിറ്റ് കറുപ്പൻ. 1907 പണ്ഡിറ്റ് കറുപ്പനാണ് അരേ സമാജം സ്ഥാപിച്ചത്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശ്. 9 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ ഉത്പതനം. ഒരു ഖരവസ്തു ചൂടാക്കുമ്പോൾ അത് നേരിട്ട് വാതകാവസ്ഥയിലേക്ക് മാറുന്ന പ്രക്രിയ അറിയപ്പെടുന്നത് ഉത്പതനം എന്നാണ്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിൻ്റെ നിറം ഓറഞ്ച്. വിമാനത്തിലെ ബ്ലാക്ക് ബോക്സിന് ഓറഞ്ച് നിറമാണ്. പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ തലയോട് എന്ന കഥയാണ് പുന്നപ്ര വയലാർ സമരത്തെ ആസ്പദമാക്കി തകഴി രചിച്ച കഥ. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത് കേരളമാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്നത്. ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മക്ക എന്നറിയപ്പെടുന്നത് കൊൽക്കത്തയാണ് ഇന്ത്യൻ ഫുട്ബോളിൻ്റെ മക്ക എന്ന പേരിൽ അറിയപ്പെടുന്നത്. നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ ഏത് രാജ്യത്തിൻ്റെ സഹകരണത്തോടെയാണ് സ്ഥാപിച്ചത്? റഷ്യയുടെ സഹകരണത്തോടെയായിരുന്നു നെയ്വേലി തെർമൽ പവർ സ്റ്റേഷൻ സ്ഥാപിച്ചത്. നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത് തലാമസ് ആണ് നിദ്രാവേളയിൽ സെറിബ്രത്തിലേക്കുള്ള ആവേഗങ്ങളെ തടയുന്നത്. യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള പരുത്തിയാണ് യൂണിവേഴ്സൽ ഫൈബർ എന്നറിയപ്പെടുന്ന നാണ്യവിള. രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം മാഗ്നീഷ്യമാണ് രാസസൂര്യൻ എന്നറിയപ്പെടുന്ന ലോഹം. മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന അന്തരീക്ഷപാളി ട്രോപ്പോസ്ഫിയറിലാണ് മേഘങ്ങൾ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത്. ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമോപഗ്രഹം ആര്യഭട്ടയാണ് ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം.
ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത് എന്ന്? 1950 ജനുവരി 24. 1950 ജനുവരി 24 ജനഗണമനയെ ഇന്ത്യയുടെ ദേശീയ ഗാനമായി അംഗീകരിച്ചത്. മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം? കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡാണ് മാവ് പുളിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകം. ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി? ഇന്ദിരാഗാന്ധി. ഇന്ദിരാഗാന്ധിയായിരുന്നു ബാങ്ക് ദേശസാൽക്കരണം നടത്തിയ പ്രധാനമന്ത്രി. കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗമാണ് കാശിരംഗ നാഷണൽ പാർക്കിലെ സംരക്ഷിത മൃഗം. ഭൂമിയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന ഗ്രഹം? ശുക്രൻ. ശുക്രനാണ് ഭൂമിയുടെ ഇരട്ട എന്ന പേരിൽ അറിയപ്പെടുന്ന ഗ്രഹം. ഓക്സിജന്റെ അറ്റോമിക സംഖ്യ? 8. 8 ഓക്സിജന്റെ അറ്റോമിക സംഖ്യ. ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി? 9ാം പഞ്ചവത്സര പദ്ധതി. 9ാം പഞ്ചവത്സര പദ്ധതിയാണ് ജനകീയ പദ്ധതി എന്നറിയപ്പെട്ട പഞ്ചവത്സര പദ്ധതി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്? SBI. SBI ആണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്ക്. 1995 ഇൻ്റർനെറ്റ് പതിപ്പ് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പത്രം? ദ ഹിന്ദു. ദ ഹിന്ദു പത്രമാണ് 1995 ഇൻ്റർനെറ്റ് പതിപ്പ് ആരംഭിച്ച ആദ്യത്തെ ഇന്ത്യൻ പത്രം. ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി? ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയാണ് ഹിമാലയൻ നദികളിൽ ഏറ്റവും കൂടുതൽ ജലം വഹിക്കുന്ന നദി. സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം? എയ്ഡ്സ്. എയ്ഡ്സ് ആണ് സ്ലിം ഡിസീസ് എന്നറിയപ്പെടുന്ന രോഗം. കുണ്ടറ വിളംബരം നടന്നത്? 1809 ജനുവരി 11. 1809 ജനുവരി 11 കുണ്ടറ വിളംബരം നടന്നത്. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം? അപവർത്തനം. അപവർത്തനമാണ് നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം? സിങ്ക്. സിങ്ക് ആണ് ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം. പെട്രോളിയം രൂപം കൊള്ളുന്ന ശില? അവസാദശില. അവസാദശിലയിലാണ് പെട്രോളിയം രൂപം കൊള്ളുന്നത്. ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ച വർഷം? 1951. 1951 ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾ ആരംഭിച്ചത്. ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച വർഷം? 1954. 1954 ഇന്ത്യയും ചൈനയും പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ചത്. തുരുമ്പിച്ച ഗ്രഹം എന്നറിയപ്പെടുന്നത്? ചൊവ്വ. ചൊവ്വയാണ് തുരുമ്പിച്ച ഗ്രഹം എന്ന പേരിൽ അറിയപ്പെടുന്നത്. ബ്യൂട്ടി വൈറ്റമിൻ എന്നറിയപ്പെടുന്നത്? വൈറ്റമിൻ ഇ. വൈറ്റമിൻ ഇ ആണ് ബ്യൂട്ടി വൈറ്റമിൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. രക്തത്തിലെ ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്ന ഭാഗം? പ്ലാസ്മ. രക്തത്തിലെ പ്ലാസ്മയിലാണ് ആൻറ്റിബോഡികൾ സ്ഥിതി ചെയ്യുന്നത്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന മല? അമ്പുകുത്തി മല. അമ്പുകുത്തി മലയിലാണ് എടക്കൽ ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള? നെല്ല്. നെല്ലാണ് ഇന്ത്യയിലെ പ്രധാന ഖാരിഫ് വിള. വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്? റിസർവ് ബാങ്ക്. റിസർവ് ബാങ്കാണ് വായ്പകളുടെ നിയന്ത്രകൻ എന്നറിയപ്പെടുന്ന ബാങ്ക്. പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം? ചെമ്മീൻ. ചെമ്മീനാണ് പ്രസിഡന്റിൻ്റെ സ്വർണ്ണ മെഡൽ നേടിയ ആദ്യ മലയാള ചിത്രം. കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം? കരിമീൻ. കരിമീനാണ് കേരളത്തിൻ്റെ ഔദ്യോഗിക മത്സ്യം. കേരളത്തിൽ കൂടുതൽ കടൽ തീരമുള്ള ജില്ല? കണ്ണൂർ.
കേരളത്തിൽ കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത്. ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം ചെമ്പഴന്തി. ചെമ്പഴന്തിയാണ് ശ്രീനാരായണ ഗുരുവിൻ്റെ ജന്മദേശം. ബാരീസ് എന്നറിയപ്പെടുന്ന നദി പമ്പ. പമ്പ നദിയാണ് ബാരീസ് എന്ന പേരിൽ അറിയപ്പെടുന്ന നദി. ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര് അയ്യപ്പൻ. അയ്യപ്പൻ എന്നതാണ് ചട്ടമ്പി സ്വാമികളുടെ യഥാർത്ഥ പേര്. വയനാട് ചുരം സ്ഥിതി ചെയ്യുന്ന ജില്ല കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് വയനാട് ചുരം സ്ഥിതി ചെയ്യുന്നത്. ആര് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ബിൽ നിയമമാകുന്നത്? പ്രസിഡന്റ്. പ്രസിഡന്റ് ഒപ്പുവെക്കുന്നതിലൂടെയാണ് പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്ന ഒരു ബിൽ നിയമം ആകുന്നത്. റാണിഗഞ്ച് കൽക്കരിപ്പാടം ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാൾ. പശ്ചിമ ബംഗാൾ സംസ്ഥാനത്തിലാണ് റാണിഗഞ്ച് കൽക്കരിപ്പാടം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം കോട്ടയം. കോട്ടയമാണ് ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ സാക്ഷര നഗരം. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.